മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കാഡറ്റും +2 സയൻസ് വിദ്യാർത്ഥിനിയുമാണ്. ഇന്ന് നമ്മോടൊപ്പം വന്നു ചേർന്നിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ജോയിൻറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ശ്രീമതി രശ്മി മാധവൻ മാമാണ്. മാം ഇന്ന് HIV ആൻഡ് യൂത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മളോട് സംസാരിക്കുന്നതാണ്. വെൽക്കം ടു ദ ഷോ മാം. മാഡം, ഇന്നത്തെ യുവാക്കളിൽ സാധാരണ എങ്ങനെയാണ് HIV പകരുന്നത്? HIV സാധാരണ 4 മാർഗങ്ങളിലൂടെയാണ് പകരുന്നത്. പ്രധാനമായിട്ടുള്ളത് HIV അണുബാധയുള്ള ഒരു വ്യക്തിയുമായിട്ട് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ HIV വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തത്, ഗർഭിണിയായ ഒരു സ്ത്രീ HIV അണുബാധിതയാണെങ്കിൽ കുഞ്ഞിലേക്ക് ഗർഭാവസ്ഥയിലും പ്രസവ സമയത്തും മുലയൂട്ടലിലൂടെ HIV വരാം. പിന്നെ മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് അണുവിമുക്തമാക്കാത്ത സൂചിയും സിറിഞ്ചും ഉപയോഗിക്കുമ്പോഴാണ്. നാലാമത്തെ മാർഗം എന്ന് പറയുന്നത് അണുബാധയുള്ള രക്തം സ്വീകരിക്കുമ്പോഴാണ്. ഈ 4 മാർഗങ്ങളിലൂടെയാണ് പൊതുവെ HIV അണുബാധ ഉണ്ടാകുന്നത്. യുവാക്കളിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട 2 മാർഗങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അത് സൂചിയും സിറിഞ്ചും ഉപയോഗിച്ചിട്ടുള്ള അണുബാധയുള്ള, അതായത് അണുവിമുക്തമാക്കാത്ത സൂചിയും സിറിഞ്ചും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉപയോഗം. അത് പ്രധാനമായിട്ടും വരുന്നത് മയക്കുമരുന്ന് കുത്തിവെക്കുമ്പോഴുള്ളതാണ്. അപ്പോൾ മയക്കുമരുന്ന് കുത്തിവെക്കുമ്പോൾ സൂചിയും സിറിഞ്ചും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുത്തിവെക്കുന്ന കൂട്ടത്തിൽ, മയക്കുമരുന്ന് വെക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾക്കെങ്കിലും HIV അണുബാധയുണ്ടെങ്കിൽ കൂടെ കുത്തിവെക്കുന്ന മറ്റെല്ലാവർക്കും HIV വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു മാർഗം. പിന്നെ അടുത്ത മാർഗം എന്ന് പറയുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം. അത് ഈ പറയുന്ന പോലെ ഈ യുവാക്കളുടെ ഇടയിലൊരു എക്സ്പെരിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഏജിൻ്റെ ആ ഒരു ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഏജിൽ അവർക്ക് വരാൻ സാധ്യതയുള്ള ഈ ഇറസ്പോൺസിബിളായിട്ടുള്ള ഒരു സെക്ഷൽ ബിഹേവിയർ വഴി HIV വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഈ 2 മാർഗങ്ങളിലൂടെയാണ് HIV അണുബാധ യുവാക്കളിൽ കണ്ടുവരുന്നത്. യുവാക്കളിൽ പ്രത്യേകിച്ച് ഏത് പ്രായക്കാർക്കിടയിലാണ് HIV പടരുന്നതായി ഈ നാളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? ശരിക്കും ഇപ്പോൾ നമ്മുടെ ഒരു കണക്കുകൾ നോക്കുമ്പോൾ കുറച്ച് നാളുകളോട് നമ്മൾ ശ്രദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ കണക്കുകൾ കാണിക്കുന്നത് കൂടുതലും ഒരു 19 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള യുവാക്കളിലും HIV ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ സാധാരണഗതിയിൽ പ്രതിവർഷം ഒരു 1200 പേര് കേരളത്തിൽ നമ്മൾ പുതിയതായിട്ട് HIV അണുബാധിതരായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മൾ പരിശോധനയിലൂടെ കണ്ടുപിടിക്കുന്നുണ്ട്. പരിശോധിക്കാതെ ഇനിയും HIV അണുബാധിതർ സമൂഹത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സേവന കേന്ദ്രങ്ങൾ വഴി, ജ്യോതിസാണ്, ICTC ആണ് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ HIV പരിശോധനാ കേന്ദ്രം. അതുവഴി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളവരാണ് പ്രതിവർഷം ഒരു 1200 പേര് പുതുതായിട്ട് കേരളത്തിൽ HIV അണുബാധിതരായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു 15% ഈ ഒരു 19നും 25 വയസ്സിനും ഇടയിലുള്ളവരാണ് എന്നാണ് ഈ ഒരു അടുത്ത കാലത്തുള്ള കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിഷമമുള്ളൊരു കാര്യവുമാണ്. മാഡം, HIV ഒഴിവാക്കാൻ ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ ഏതൊക്കെയാണ്? സാധാരണഗതിയിൽ HIV പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോർമുലയുണ്ട്. ABC എന്നാണ് പറയുന്നത്. A എന്ന് പറയുന്നത് ആബ്സ്റ്റിനൻസ് ആണ്, അകന്ന് നിൽക്കുക. HIV വരാനുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. യുവാക്കൾ, പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആബ്സ്റ്റിനൻസ്, അതായത് അകന്ന് നിൽക്കുക എന്നുള്ള ഒരു പ്രിവെൻഷൻ മെത്തേഡ് തന്നെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് HIV വരാനുള്ള സാഹചര്യങ്ങൾ പലതാണ്, മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് വേണ്ടി അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന പോലെ മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം, മയക്കുമരുന്നിനോട് തന്നെ നോ പറയുക. അപ്പോൾ തന്നെ സൂചി സിറിഞ്ച് ഉപയോഗിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, അത് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ ഈ പറയുന്ന പോലെ എല്ലാ യുവജനങ്ങളും 18 വയസ്സ് മുതൽ 25 വയസ്സ്, അതാണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡൊണേഷന് പറ്റിയ ഒരു പ്രായം എന്ന് പറയുന്നത്. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിക്കും 3 മാസം കൂടി ഇരിക്കുമ്പോൾ രക്തം ദാനം ചെയ്യാം. അപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോണറായി ഈ യങ്സ്റ്റേഴ്സ് മാറുകയാണെങ്കിൽ HIV പ്രിവെൻഷൻ ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് പ്യുവറാണ്, നമ്മുടെ ബ്ലഡ് നമ്മൾ ക്യാരി ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഒരു ലൈഫ് സേവിങ്ങിനായിട്ട് വേണ്ടിയാണ് എന്നൊരു ആറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് HIV പ്രിവെൻഷന് പ്രധാനമായിട്ട് യങ്സ്റ്റേഴ്സിനോട് അഡ്വൈസ് ചെയ്യാനുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള, ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള, ഒരു ഹാബിച്വൽ ആയിട്ടുള്ള
ഒരു ബ്ലഡ് ഡോണർ ആകുക എന്നുള്ളതാണ് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ HIV വരാനുള്ള സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. എ ആണ് നമ്മൾ യങ്സ്റ്റേഴ്സിനോട് അഡ്വൈസ് ചെയ്യാറുള്ളത്. പിന്നെ അടുത്ത നേരത്തെ പറഞ്ഞ പോലെ ബി എന്ന് പറഞ്ഞാൽ ബി ഫെയ്ത്ത്ഫുൾ ടു യുവർ പാർട്ട്ണർ എന്നാണ്. അപ്പോൾ അത് നമുക്ക് ലീഗലി ആയിട്ട് നമുക്ക് വെഡിഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സേഫായിട്ട് നമ്മുടെ പാർട്ട്ണറോട് ഒരു വിശ്വസ്തത പുലർത്തുക എന്നുള്ളതാണ്. പിന്നെ സി എന്ന് പറയുന്നത് എയും ബിയും ഫലപ്രദമാകാത്ത ചില സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ മൾട്ടിപ്പിൾ സെക്ഷുവൽ പാർട്ട്നേഴ്സ് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. അതുപോലെ കുറച്ച് അൺപ്രൊട്ടക്റ്റഡ് സെക്സിലൊക്കെ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് കറക്റ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് കോണ്ടോമാണ്. പക്ഷെ നമ്മൾ യങ്സ്റ്റേഴ്സിനടുത്ത് എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് എ ആണ്, അബ്സ്റ്റിനൻസ്, അതായത് അകന്നു നിൽക്കുക. HIV വരാനുള്ള സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. അതുതന്നെയാണ് പ്രിവെൻഷൻ. യങ്സ്റ്റേഴ്സിനുള്ള പ്രിവെൻഷൻ എ ആണ്. HIV-യും സുരക്ഷിത രീതിയും സംബന്ധിച്ച് യുവാക്കൾക്കും കുട്ടികൾക്കും മതിയായ അറിവുണ്ടെന്ന് മാഡം കരുതുന്നുണ്ടോ? ഒരുവിധം അറിവുണ്ടെന്ന് തന്നെയാണ് വരുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ HIV പോസിറ്റിവിറ്റി യങ്സ്റ്റേഴ്സിനിടയിൽ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ കുറച്ച് അറിവ് കുറവാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർ പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ അവർ ശ്രമിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഈ പറയുന്നത് പോലെ HIV പോസിറ്റിവിറ്റി യങ്സ്റ്റേഴ്സിൽ വരാനുള്ള സാഹചര്യം തന്നെ എനിക്ക് തോന്നുന്നത് കുറച്ച് അവയർനെസ് കുറവുണ്ടായിരിക്കും. എങ്കിൽ പോലും മെജോറിറ്റി ഉണ്ട്, ഇത് വരാത്തവരുണ്ടല്ലോ. അപ്പോൾ അവയർനെസ്സാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രിവെൻഷൻ മെത്തേഡ്. അപ്പോൾ യങ്സ്റ്റേഴ്സും യൂത്തും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്. കാരണം നമ്മൾക്കറിയാം HIV-ക്ക് നമുക്ക് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു വാക്സിനൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അല്ലെങ്കിൽ ബോധവൽക്കരണ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾ പറയും HIV-ക്ക് ഒരു വാക്സിൻ ഉണ്ട്, പക്ഷേ അത് ചെവിയിലാണ് പകർന്നു കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ അറിവ് കൊടുക്കുക, ഇതെങ്ങനെ പകരുന്നു, എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. അതിന് ഏറ്റവും പ്രധാനം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ധൈര്യത്തോടെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇപ്പോൾ കുറച്ച് കുറവാണ്, പക്ഷേ നമ്മളത് അവയർനെസ് കൂട്ടാനുള്ള ശ്രമങ്ങൾ കൂടുതലും നടത്തി വരുന്നുണ്ട്. മാഡം, സ്കൂളുകളിലും കോളേജുകളിലും HIV വിദ്യാഭ്യാസം ഇന്ന് എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? ശരിക്കും ഇപ്പം മുമ്പ് നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു. നമുക്ക് 2012 മുതൽ തന്നെ അഡോളസൻ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം AEP എന്നുള്ളൊരു പദ്ധതി തന്നെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം NACPയുടെ ഭാഗമായിട്ട് സ്കൂളുകളിൽ നമ്മൾ ആരംഭിച്ചിരുന്നു. അതായത് നമ്മളെല്ലാ സ്കൂളുകളിലും ഒരു 2 നോഡൽ ടീച്ചേഴ്സിനെ വെച്ചിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് ഒരു അക്കാഡമിക് ഇയറിൽ 16 മണിക്കൂർ HIV-യെക്കുറിച്ചും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും, അതായത് സബ്സ്റ്റൻസ് അബ്യൂസ്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ദ പ്രോസസ് ഓഫ് ഗ്രോയിങ് അപ്പ്, അഡോളസൻ്റ് ഏജിൽ സ്കൂൾ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പദ്ധതിയാണ് ഈ അഡോളസൻ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ്. ഒരുപാട് സ്കൂളുകൾ അത് നടത്തി വരുന്നുമുണ്ട്. അതായത് 9ാം ക്ലാസ്സിലെയും 11ാം ക്ലാസ്സിലെയും കുട്ടികൾക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രോഗ്രാം നമ്മൾ എൻവിസേജ് ചെയ്ത് ലോഞ്ച് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് ഈ പറഞ്ഞതുപോലെ HIV അണുബാധ ഈ ഒരു ഏജ് ഗ്രൂപ്പിനിടയിൽ നമ്മൾ കണ്ടുവരുന്ന സാഹചര്യത്തിൽ ക്യാച്ച് ദം യങ് എന്ന് പറയുന്ന ചെറിയ പ്രായത്തിലെ തന്നെ അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല വിധത്തിലുള്ള കോമ്പറ്റീഷൻസ് നമ്മൾ നടത്തി വരുന്നുണ്ട്. അതിന് നമ്മൾ സഹായം എടുത്തിരിക്കുന്നത് NSSഉം SPCയും അതുപോലെ NCCയും അതുപോലുള്ള സംഘടനകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സ്കൂളുകളിലും നമ്മൾ അവയർനെസ് നടത്തി വരുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂളുകളിൽ നമ്മൾ കോളേജസിലും നമ്മളിപ്പോൾ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. യുവജാഗരൺ എന്നാണ് ആ ക്യാമ്പയിൻ്റെ പേര്. അത് പ്രകാരം നമ്മൾ സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും HIV അനുബന്ധമായിട്ട് HIV മാത്രമല്ല STIs, അതായത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, ലൈംഗിക രോഗങ്ങൾ, അതും യങ്സ്റ്റേഴ്സിനിടയിൽ നമ്മൾ കണ്ടുവരുന്നു എന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ HIV-യും STIയും അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള അറിവ് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് യുവജാഗരൺ എന്നുള്ള ക്യാമ്പയിൻ നമ്മൾ ലോഞ്ച് ചെയ്ത്. ആക്ച്വലി യുവജാഗരൺ നമ്മൾ NSSുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം സ്കൂളുകളിലും കോളേജുകളിലും മത്സരങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഈ വർഷവും നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റെഡ് റിബൺ ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ നടത്തിയിരുന്നു ജില്ലാതലങ്ങളിലും. ആ ജില്ലാതലങ്ങളിൽ വിജയികളെ നമ്മൾ സംസ്ഥാന തലത്തിൽ പങ്കെടുപ്പിക്കുകയും സംസ്ഥാന തലത്തിൽ വിജയമായിട്ടുള്ളവരെ നമ്മൾ റീജിയണൽ റെഡ് റിബൺ ക്വിസ് കോമ്പറ്റീഷൻ, അത് ഇപ്രാവശ്യത്തെ നമ്മൾ നടത്തിയത്
മുംബൈയിലായിരുന്നു. അപ്പോൾ ആ മുംബൈയിൽ വെച്ച് 4 റീജൻസിൽ ഉള്ളവർ, അപ്പോൾ സൗത്ത് റീജിയനിലുള്ള 9 സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ മാറ്റുരച്ചിട്ടാണ് കേരളം വിജയിയാകുകയും 1ാം സമ്മാനം മേടിക്കുകയും ചെയ്തു. എന്നിട്ട് പിന്നെ നാഗാലാൻഡിൽ വെച്ച് നടന്ന ദേശീയ തലത്തിലുള്ള റെഡ് റിബൺ ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മൾ കേരളം 3ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രക്രിയകൾ, സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികളിലേക്ക് അവയർനെസ് എത്താൻ. അപ്പോൾ ഇങ്ങനെ മത്സരങ്ങൾ നടക്കുമ്പോൾ ഒബ്വിയസ്ലി കുട്ടികൾ എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് പഠിക്കും, ആഴത്തിൽ മനസ്സിലാക്കും. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് കിട്ടും. പിന്നെ കോളേജ് തലത്തിലാണെങ്കിൽ നമുക്ക് റെഡ് റിബൺ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് NSSൻ്റെ സപ്പോർട്ടോടുകൂടി റെഡ് റിബൺ ക്ലബ്ബുകളുണ്ട്. ഈ റെഡ് റിബൺ ക്ലബ്ബ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ തന്നെ കോളേജ് കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ റെഡ് റൺ മാരത്തൺ കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കായിക പരമായിട്ടുള്ള കഴിവുള്ള കുട്ടികളും അല്ലാതെ തന്നെ ഈ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് റൺ ഫോർ അവയർനെസ് എന്നുള്ളതാണ്. അപ്പോൾ അതും നമ്മൾ ചെയ്തിരുന്നു. ഇപ്രാവശ്യം നാഗാലാൻഡിൽ വെച്ച് നടന്ന നാഷണൽ മത്സരത്തിൽ കേരളത്തിൽ വനിതാ വിഭാഗത്തിൽ സെക്കൻഡ് പ്രൈസ് നമ്മൾ നേടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഫസ്റ്റ് പ്രൈസ് നേടിയിരുന്നു മെയിലിൽ റെഡ് റൺ കോമ്പറ്റീഷനിൽ. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള അവയർനെസ് കേരളം പൊതുവേയും അതുപോലെ തന്നെ ദേശീയ തലത്തിലും അവയർനെസ് കൊടുക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും. കോളേജിന് പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ഔട്ട് ഓഫ് സ്കൂൾ യൂത്ത് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം തന്നെ ഉണ്ട്. അത് നമ്മൾ NYKയുടെ സപ്പോർട്ടോടുകൂടി ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുക. പുറത്തുള്ള ക്ലബ്ബുകൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ, അവിടെയൊക്കെ നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും കുട്ടികൾ യങ്സ്റ്റേഴ്സിനിടയിൽ അവയർനെസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഉള്ളത് പോരാ, ഇനിയും അത് കൂട്ടണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. HIV പോസിറ്റീവ് ആയവർക്ക് ലഭ്യമാകുന്ന പിന്തുണ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ HIV അണുബാധിതർക്ക് ഏറ്റവും പ്രധാനം ആവശ്യമായിട്ടുള്ളത് മരുന്നാണല്ലോ. അപ്പോൾ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പിയാണ് HIV-ക്കുള്ള ചികിത്സാ സംവിധാനം എന്ന് പറയുന്നത്. ART ആണ്. അത് നമ്മൾ സൗജന്യമായിട്ടാണ് ലഭ്യമാക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, HIV സംബന്ധമായിട്ടുള്ള എല്ലാ കൊടുക്കുന്ന സേവനങ്ങളും സൗജന്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് HIV പരിശോധനയ്ക്ക് നമ്മളൊരു ജ്യോതിസ് കേന്ദ്രം, അതായത് നേരത്തെ പറഞ്ഞ പോലെ ICTC കേന്ദ്രത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ കൗൺസിലിങ്ങും ടെസ്റ്റിങ്ങും എല്ലാം സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു HIV അണുബാധ ഉണ്ട് എന്ന് നമ്മളൊരു ജ്യോതിസ് വഴി കണ്ടെത്തി കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ ഉറപ്പായിട്ടും അടുത്തുള്ള സേവന കേന്ദ്രമായിട്ടുള്ള ART സെൻറ്റർ, അതായത് HIV ചികിത്സാ കേന്ദ്രം, ആ കേന്ദ്രം നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഉഷസ് എന്നാണ്. ഉഷസ് കേന്ദ്രത്തിലേക്ക് മെഡിക്കൽ കോളേജുകളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ HIV അണുബാധിതർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മരുന്നുകൾ ART നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നു. അത് പ്രധാനമായിട്ടുള്ളത്. അടുത്തത് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ്. HIV അണുബാധിതർക്ക് അവരുടെ രോഗപ്രതിരോധ ശേഷി കുറയുകയല്ലേ ചെയ്യുന്നത്. സാധാരണ ഈ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയാണ് HIV എന്ന് പറയുന്ന ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അതാണ് ആദ്യം സംഭവിക്കുന്നത്. അപ്പോൾ അവർക്ക് രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അവസരജന്യ രോഗങ്ങൾ, അതായത് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് നമ്മൾ പറയും, അത്തരത്തിലുള്ള അസുഖങ്ങൾ വരുമ്പോൾ അതിന് ചികിത്സ വേണമല്ലോ. ആ ചികിത്സയെ നമ്മൾ സൗജന്യമായിട്ടാണ് നമ്മുടെ സർക്കാർ കേന്ദ്രങ്ങൾ വഴി ലഭ്യമാക്കി കൊടുക്കുന്നത്. ഇതുകൂടാതെ തന്നെ അവർക്ക് HIV അണുബാധിതർക്ക് നമ്മൾ മറ്റുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുമായിട്ട് അവരെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള എല്ലാ APL ആയിട്ടുള്ള റേഷൻ കാർഡുകളെല്ലാം നമ്മൾ HIV അണുബാധിതരുടെ BPL ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വളരെ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ സപ്ലൈ ഓഫ് കമ്മീഷണറേറ്റായിട്ടുള്ള നമ്മുടെ ഒരു അസോസിയേഷൻ പ്രകാരമാണ് നമ്മൾ HIV അണുബാധിതർക്കുടെ റേഷൻ കാർഡുകൾ BPL, അതായത് പ്രയോറിറ്റി കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ എല്ലാ HIV അണുബാധിതരും ചികിത്സ എടുക്കുന്ന HIV അണുബാധിതർക്കും പ്രതിമാസം 1000 രൂപ ചികിത്സാ ധനസഹായമായിട്ട് കേരള സർക്കാർ അവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അവർക്ക് യാത്ര ചെയ്ത് പോയി മരുന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. കാരണം HIV-യുടെ ART ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം പോലും നമ്മൾ മരുന്നെടുക്കാതിരിക്കാൻ സാധിക്കില്ല. എല്ലാ ദിവസവും കഴിക്കേണ്ട ഒരു ഗുളികയാണ് ആക്ച്വലി ART എന്ന് പറയുന്നത്. അപ്പോൾ അത് പോയി ചികിത്സാ കേന്ദ്രത്തിൽ പോയി ART സെൻറ്ററിൽ പോയി വാങ്ങിച്ച് കഴിക്കാനുള്ള യാത്രാ സൗകര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആ ചിലവുകൾക്ക് വേണ്ടിയാണ് നമ്മളൊരു 1000 രൂപ പ്രതിമാസം ഒരു HIV അണുബാധിതന് നമ്മൾ നൽകുന്നത്. ഇതുകൂടാതെ തന്നെ നമ്മൾ ഈ പറയുന്ന മറ്റുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ഉദാഹരണത്തിന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതിയായിട്ടുള്ള സ്നേഹപൂർവ്വം പദ്ധതിയിൽ HIV അണുബാധിതരായിട്ടുള്ള കുട്ടികളെ നമ്മൾ
ഇൻക്ലൂസീവായിട്ട് അവരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പലതരത്തിലുള്ള പിന്നെ അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ HIV അണുബാധിതർക്ക് അവരുടെ ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് രക്തപരിശോധനകളെല്ലാം സൗജന്യമായിട്ടാണ് നമ്മൾ നടത്തി കൊടുക്കുന്നത്. പാപ്സ്മിയർ ടെസ്റ്റ് ഇതുപോലുള്ള പരിശോധനകളും നമ്മൾ സൗജന്യമായിട്ടാണ് നടത്തി കൊടുക്കുന്നത്. പിന്നെ മറ്റുള്ള സാമൂഹ്യ NGOs, CBOs അതുപോലെ മറ്റുള്ള ഓർഗനൈസേഷൻസുമായിട്ടൊക്കെ അവരെ കണക്റ്റ് ചെയ്ത് അവർക്കുള്ള മറ്റ് സഹായങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ തന്നെ 7 കെയർ സപ്പോർട്ട് സെൻറ്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്, CSCകൾ പ്രവർത്തിക്കുന്നുണ്ട്. HIV അണുബാധിതരുടെ കൂട്ടായ്മ തന്നെയാണത്. അവർക്കുള്ള ധനസഹായമെല്ലാം എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ് നൽകുന്നത്. ആ സംവിധാനം നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കെയർ സപ്പോർട്ട് സെൻറ്റേഴ്സിന് വേണ്ടി സാമ്പത്തികം കൊടുക്കുന്നത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ്. പക്ഷേ അവരുടെ പ്രവർത്തനം മൂലം മറ്റുള്ള HIV അണുബാധിതർക്കുടെ ഒരു കൂട്ടായ്മ, അവർക്ക് ഒരു ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു ഫീലിങ്സ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കെയർ സപ്പോർട്ട് സെൻറ്റേഴ്സ് പ്രവർത്തിപ്പിക്കുന്നത്. ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് HIV ബോധവൽക്കരണത്തിൽ എങ്ങനെ പങ്കുചേരാൻ കഴിയുമെന്നാണ് മാഡം കരുതുന്നത്? ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കണക്ക് HIV പ്രതിരോധ പ്രവർത്തനങ്ങളിലും അവയർനെസ്സിലും പങ്കാളികളാകാൻ ഏറ്റവും നല്ല ഒരു ഗ്രൂപ്പെന്ന് പറയുന്നത് ഈ യങ്സ്റ്റേഴ്സും ഈ സ്റ്റുഡൻസും തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിൽ തന്നെ ഇപ്പം ഞങ്ങളുടെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലും പിന്നെ ഹെഡ് ഓഫീസിലും പെരിഫറൽ സ്റ്റാഫും എല്ലാം കൂടെ ചേർന്നിട്ട് നമുക്കൊരു 1000 അത്രയും സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ ഏറ്റെടുത്ത് അവരും കൂടി ഇതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും എനർജറ്റിക്കും ഡൈനാമിക്കും ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഉദാഹരണത്തിന് നമുക്ക് അവയർനെസ് പ്രോഗ്രാംസിൽ പങ്കെടുക്കാൻ പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻസൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ സ്കൂളിലും കോളേജസിലും ഒക്കെ എന്തെല്ലാം അവയർനെസ് ക്യാമ്പയിൻസ് കുട്ടികൾക്ക് തന്നെ നടത്താം. എല്ലാ ആളുകൾക്കും അത് നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റും. ഉദാഹരണത്തിന് വേറൊരു പദ്ധതി എന്ന് പറയുന്നത് ഡോർ ടു ഡോർ ക്യാമ്പയിൻ. ഒരു വീടാന്തരം തന്നെ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഇപ്പം ഒരു കൂട്ടായ്മകളുണ്ടല്ലോ, അപ്പം അയൽക്കൂട്ടങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഒരു അയൽക്കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ഈ അവയർനെസ്സിനെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ, ഈ അവയർനെസ്സിനെ കുറിച്ച് HIV കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഗ്രൂപ്പെന്ന് പറയുന്നത് തന്നെ ഒരു ഡൈനാമിക് ഗ്രൂപ്പാണ്. അവർക്ക് മറ്റുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ NSSൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയുന്നത് അത് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത ഏതൊരു കൂട്ടായ്മയിലും ഇവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എന്ത് സപ്പോർട്ടും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി തരുന്നതായിരിക്കും. അതുപോലെ സ്കൂളുകളിൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, അവയർനെസ് ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യുക. ഞങ്ങളിപ്പോൾ ഇൻറ്റൻസിഫൈഡ് IEC ക്യാമ്പയിൻ എന്ന് പറഞ്ഞുകൊണ്ട് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതിൽ നമ്മൾ 2 KSRTC ബസ്സുകൾ നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ട് 14 ജില്ലകളിലും, ഒരു ബസ് നമ്മൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും മറ്റൊരു ബസ് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയും സഞ്ചരിക്കുകയും ഈ കേരളത്തിലുള്ള ഏകദേശം ഒരു 210 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോളേജസും സ്കൂൾസുമായിട്ട് നമ്മൾ ഈ ഒരു വാഹനം സഞ്ചരിക്കുകയും അതിൻ്റെ കൂടെ ഒരു ഫോക്ക് പ്രോഗ്രാം നമ്മൾ നടത്തിയ, ഫോക്ക് എന്ന് പറഞ്ഞാൽ HIV സന്ദേശങ്ങൾ നാടൻ കലാരൂപങ്ങളുടെ സഹായത്തോടു കൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ട്രെയിൻഡ് നമ്മൾ HIV സന്ദേശങ്ങളെക്കുറിച്ചുള്ള ശരിയായ രീതിയിൽ അവബോധം കിട്ടിയിട്ടുള്ള, ട്രെയിനിങ് കിട്ടിയിട്ടുള്ള 15 ഫോക്ക് ട്രൂപ്സ് ഉണ്ട് നമുക്ക്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എംപാനൽ ചെയ്തിട്ടുണ്ട്. അവർ ഈ ബസ്സിൻ്റെ കൂടെ പോയിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ ഒരു അവയർനെസ് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ കുട്ടികളെല്ലാം ഫ്ലാഷ് മോബ്, ഇന്നത്തെ കാലത്ത് അതിനൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു നല്ലൊരു മാധ്യമമാണല്ലോ ഫ്ലാഷ് മോബ്സ്. അങ്ങനെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 10-200 കോളേജുകളിലായിട്ടും സ്കൂളുകളിലായിട്ടും ഫ്ലാഷ് മോബ്സിൻ്റെ ടീംസ് തന്നെ നമ്മൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവർ ഈ ഒരു അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ അതും. അപ്പോൾ ഏത് മാർഗവും നിങ്ങൾക്ക് തന്നെ ഞങ്ങളെക്കാളും കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സിന് ഒരുപാട് ഐഡിയാസ് കാണും. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് HIV അവയർനെസ്സിന് വേണ്ടിയിട്ട് ഏതൊരു മാധ്യമത്തിലൂടെ വേണമെങ്കിലും, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മാധ്യമത്തിലൂടെ വേണമെങ്കിലും യങ്സ്റ്റേഴ്സിന് മുന്നിട്ടിറങ്ങി
അവർക്ക് HIV കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാൻ പറ്റും. അതിന് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും, അതായത് ശരിയായിട്ടുള്ള IEC മെറ്റീരിയൽസ്, ബോധവൽക്കരണ സാമഗ്രികൾ വേണമെങ്കിൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പ്രിൻറ്റ് ചെയ്ത് നൽകും. നിങ്ങൾക്ക് ഡോർ ടു ഡോർ ചെയ്യാൻ വേണ്ടിയിട്ട്, വിതരണം ചെയ്യാൻ അതാണോ ആവശ്യം, അത് ചെയ്യും. അതുപോലെ ഏത് തരത്തിലുള്ള സഹായങ്ങളും അല്ലെങ്കിൽ സപ്പോർട്ടും ഒരുമിച്ച് പോയാൽ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് യങ്സ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാം, HIV ബോധവൽക്കരണം യുവാക്കൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗപ്പെടുത്താം? നമുക്കറിയാം, യുവാക്കൾ ഏറ്റവും കൂടുതൽ അവർ ഉണ്ടായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അവർ ഇതുപോലുള്ള എല്ലാ, ഏകദേശം ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, അതുപോലെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇവരെല്ലാം യങ്സ്റ്റേഴ്സ് എപ്പോഴും ആശ്രയിക്കുന്നത്, ഏതൊരു ഇൻഫർമേഷൻ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പോൾ HIV പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളും അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ വളരെ പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും എക്സിലും എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രസൻസ് ഉണ്ട്. ഇതിൽ എല്ലാം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺബോർഡ് ആവാം. ഏത് യങ്സ്റ്റേഴ്സിനും HIV പ്രിവെൻഷന് വേണ്ടിയിട്ട് അവർക്ക് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാം. അതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പേജസൊക്കെ ലൈക്ക് ചെയ്യുക, അതിനകത്ത് വരുന്ന പോസ്റ്റുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാര്യം ചില കാര്യങ്ങൾ നമ്മൾക്ക് പറയാൻ മടിയുള്ള ചില കാര്യം വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ, ഇപ്പോഴും മിത്സ് ആൻഡ് മിസ്കോൺസെപ്ഷൻസ് ഉണ്ട് HIV സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തെറ്റിദ്ധാരണകൾ ധാരാളമുണ്ട്. HIV പകരുന്ന മാർഗങ്ങളെക്കുറിച്ച് ഇപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകളും ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി തന്നെ ചില തെറ്റായ വിവരങ്ങളൊക്കെ പോകുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ ശരിയായതേത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓഥൻറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ, ഓഥൻറ്റിക് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ പോവുക, അത് നോക്കുക. പ്രധാനമായിട്ടും നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ, കേന്ദ്ര ദേശീയ എയ്ഡ്സ് നിയന്ത്രണ പ്രോഗ്രാമാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ചെയ്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാക്കോ, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ട്. അത് ശരിയായ വിവരങ്ങളാണ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നത്. അതെല്ലാവരും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ശരിയായ വിവരങ്ങളാണ് വരുന്നത്, അത് ഫോളോ ചെയ്യുക. ഇതൊന്നും പോരാതെ നമുക്ക് ഒരു നാഷണൽ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, 1097 ആണ് ആ നമ്പർ. അതിൽ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. അത് മൾട്ടിലിംഗ്വലാണ്, ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഒരു മാധ്യമങ്ങളുടെ ഉപയോഗത്തോടുകൂടി ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മൾ നല്ലതായിട്ട് ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ്. കുട്ടികൾക്ക് ഏറ്റവും, യങ്സ്റ്റേഴ്സ് എപ്പോഴും എവിടെയാണോ അവിടേക്ക് ഞങ്ങളും കടന്നു കയറിയിട്ടുണ്ട് എയ്ഡ്സ് കൺട്രോൾ അവയർനെസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ യങ്സ്റ്റേഴ്സ് പങ്കാളികളാകുക, അതാണ് പറയാനുള്ളത്. ഇത്രയും സമയം നമ്മോടൊപ്പം ചിലവഴിച്ച മാഡത്തിന് SPCയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.